താമരശ്ശേരി ചുരത്തിൽ ചങ്ങലേറ്റ് ബന്ധിച്ച കരിന്തണ്ടൻ മൂപ്പന്റെ കഥ അറിയാമോ? മലബാറിൽ ബ്രിട്ടീഷ് അധിനിവേശം കൊടുമ്പിരിക്കൊണ്ടിരുന്ന 18-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയുടെ സാമ്രാജ്യത്തിൽ കച്ചവട പ്രാമുഖ്യം. വെള്ളക്കാർ വയനാടൻ മലയടിവാരം വരെ എത്തി കുന്നിൻ മുകളിലെ കാടുകളിൽ നിന്ന് വീശുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ വശ്യമായ നറുമണവും മൈസൂരിലെ കാതലൊത്ത കാട്ടുമരങ്ങളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും വെള്ളക്കാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ മൈസൂർ സുൽത്താൻ ടിപ്പുവിന്റെ ഒളിപ്പോരാളികൾ തമ്പടിച്ചിരുന്ന കുറ്റിയാടിച്ചുരം മാത്രമായിരുന്നു അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള നിലവിലെ ഏകമാർഗം. അതാകട്ടെ വളരെ ദുർഘടം പിടിച്ചത്. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും തുറമുഖങ്ങളിലേക്ക് കച്ചവട ചരക്കുകളുടെ വരവുപോക്ക് സുഗമമാക്കാനും തങ്ങളുടെ കുത്തകാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന ടിപ്പു സുൽത്താനെ പിടിച്ചുകെട്ടാനും മൈസൂരിലേക്ക് മറ്റൊരു മലമ്പാത കണ്ടെത്തേണ്ടത് ഇവർക്ക് അനിവാര്യമായി തീർന്നു. പ്രഗത്ഭരായ എഞ്ചിനീയർ സായിപ്പുമാരും സഹായികളും പഠിച്ച പണി 18 നോക്കിയിട്ടും 3 കുന്നുകൾ താണ്ടാൻ വഴി കാണാതെ അവസാനം തദ്ദേശീയരായവരെയും സായിപ്പ് കൂടെ കൂട്ടി. എന്നാൽ ഉൾക്കാടുകളിൽ ഇവരെ കാത്തിരുന്നത് ഉഗ്രവിഷം ചീറ്റുന്ന രാജവെമ്പാലയും കണ്ണിൽ കണ്ടാൽ കുത്തിമറിക്കുന്ന കാട്ടാനെ മനുഷ്യ മാംസത്തിനായി കൊതിച്ചു നിൽക്കുന്ന കാട്ടുപുലികളുമായിരുന്നു. വീണ്ടും വീണ്ടും കാടുകയറുന്ന എഞ്ചിനീയർ ദിനംപ്രതി ചലനമറ്റ ശവശരീരങ്ങളുമായി തിരിച്ചിറങ്ങുന്നത് കണ്ട ഗവർണർ തൽക്കാലത്തേക്ക് കാട് കയറാനുള്ള ഉദ്യമം നിർത്തിവെക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നീട് ഈ പാത ഒരുങ്ങിയാൽ മൈസൂരിലും തെക്കേ ഇന്ത്യയിലും ഒരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാം എന്ന് എഞ്ചിനീയർ ഗവർണർ സാഹിബിനെ ധരിപ്പിച്ച ശേഷം ആരാണോ അടിവാരത്തുനിന്നും മലമുകളിലേക്ക് എളുപ്പവഴി ഒരുക്കുന്നത് അവർക്ക് സ്വർണ്ണ നാണയങ്ങൾ നിറച്ച കിഴികൾ സമ്മാനമായി നൽകാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തിട്ടും പദ്ധതിയിൽ കാര്യമായി പുരോഗതിയില്ലാതെ നിന്നു. ഇനി എന്താണ് ഒരു പോംവഴി എന്ന് ചിന്തിച്ചിരിക്കുന്ന വെള്ളക്കാരന്റെ ചെവിയിലേക്ക് കറുത്തിരുണ്ട ആചാനബാഹുവായ ഒരു മനുഷ്യൻ ഒരു അരിവാൾ മേന്തി ദിവസവും മല കയറി ഇറങ്ങുന്നു എന്ന വാർത്തയെത്തി. എങ്ങനെയാണ് അവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ കുന്നു കയറി തിരിച്ചെത്തുന്നത്? ആരാണ് അയാൾ? അയാളെ തിരഞ്ഞിറങ്ങിയ സായിപ്പിന്റെ പടയാളികൾക്കെല്ലാം കിട്ടിയത് ഒരേ ഒരു ഉത്തരം. അതാണ് കാടിന്റെ മിടിപ്പറയുന്ന കരിന്തണ്ടൻ.